ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോയാൽ സന്നിധാനത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. സുജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇന്ന് രാവിലെ മുതൽ ഭക്തജന തിരക്ക് എത്രത്തോളം ഉണ്ട് സന്നിധാനത്ത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സംശരണം സന്നിധാനത്ത് ഇന്നും തിരക്കിന് വലിയ കുറവൊന്നുമില്ല. പക്ഷേ മഴ ഒരു പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നത് അല്പം ഭക്തർക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പോഴും മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണുള്ളത്. എങ്കിലും ഭക്തരുടെ എണ്ണത്തിന് ഇന്നലത്തെ അപേക്ഷിച്ച് ഒരല്പം കുറവുണ്ടെങ്കിലും ഭക്തരുടെ വരവ് ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയണം. 61,286 ഭക്തരാണ് ഇന്നലെ രാത്രി 12 മണി വരെ സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നും തിരക്ക് വരും മണിക്കൂറുകളിൽ വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭക്തരുടെ ഇപ്പോൾ ഉഷപൂജയുടെ ഒരു സമയത്തിലേക്ക് അടുക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു കാത്തുനിൽപ്പാണ് ഭക്തരൊക്കെ തന്നെ. ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളം എല്ലാം തന്നെ നിരയിൽ തന്നെ എത്തിക്കുന്നു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് ഇതൊക്കെ തന്നെ നിരയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സന്നിധാനത്ത് ശ്രീകോവിലിനടുക്കൽ വരെ ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചു നൽകുന്നു. എന്നാലും ചെറിയ പരാതികളൊക്കെ ആളുകൾക്കുണ്ട്. അതായത് കുടിവെള്ളമൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും ചില ലഭിക്കേണ്ട ഇടങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതികളൊക്കെ ചില സ്വാമിമാർ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു സ്വാമിയുടെ ഒരു അഭിപ്രായം തരാം. എന്താണ് സ്വാമി പ്രശ്നം? ഇവിടെ നമുക്ക് പമ്പയിൽ നിന്ന് കയറി വരുമ്പോൾ അപ്പാച്ചിമേടുണ്ട്. അപ്പാച്ചിമേട് ലെഫ്റ്റ് ഇടത് സൈഡിലാണ് അപ്പാച്ചിമേട് കയറി വരുന്നത്. ഇടത് സൈഡിൽ ചുക്കുവെള്ളം കൊടുക്കുന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാ വർഷവും അവർ 6 മണി കഴിഞ്ഞേ തുറക്കുള്ളൂ. ഞാൻ എന്നും പരാതി പറയും, എവിടെ ശബരിമഠത്തിൽ വന്നിട്ട് അവിടെ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. പമ്പയിൽ നിന്ന് കയറി അപ്പാച്ചുമ്പോൾ വെള്ളമില്ല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളം ഉണ്ടെന്ന് പറയും. ഇറങ്ങിപ്പോകുന്നവർക്ക് കയറി വരുന്നവർക്കല്ലേ വേർത്ത് കുളിച്ച് വരുന്നത്, അവർക്കല്ലേ വെള്ളം കൊടുക്കണ്ടേ? അതിന് ഏർപ്പാട് ചെയ്യണം. അതായത് അപ്പാച്ചിമേട്ടിൽ വെള്ളം ഈ ചുക്കുവെള്ളം എത്തിക്കുന്നതിന് ഉള്ള ഒരു ഇടപെടൽ അധികൃതർ ചെയ്യണം എന്നുള്ളതാണ് സ്വാമി പറയുന്നത്. ഇറങ്ങിപ്പോകുന്ന ഭക്തർക്ക് കിട്ടുന്നു, കയറ്റം കയറി വരുന്ന സ്വാമിമാർക്ക് കുടിവെള്ളം എത്തിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരാതികളാണ് ഭക്തർക്കുള്ളത്. എങ്കിലും നല്ല ഒരു സുഗമമായ ദർശനം എല്ലാവർക്കും കിട്ടുന്നു. നല്ലൊരു മണ്ഡലകാലത്തിനാണ് ഇന്ന് 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും യാതൊരു പ്രശ്നങ്ങളും പരാതികളും ഇല്ലാത്തൊരു തീർത്ഥാടന കാലമാണ്. എന്തായാലും വ്യക്തമാണ്. ശബരിമല സന്നിധാനത്തു നിന്നുള്ള വിശേഷങ്ങളാണ് സുജിത് സുരേന്ദ്രൻ പങ്കുവച്ചത്.